പറയുന്നതും എൻ്റെ ഫാമിലി പറയാനുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സുഹൃത്താണ്, എൻ്റെ ബെസ്റ്റ് വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവളാണ് പറയുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞത്. സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വില ഏറിയതാണ്. അതേപോലെയാണ് എനിക്ക്. ഇപ്പോൾ ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, എല്ലാ സംഭവമുണ്ട്. പക്ഷേ ഞാൻ അവിടുത്തെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ ഷെയർ ചാറ്റില്ലാതെ സൗഹൃദം വേണ്ട. ഷെയർ ചാറ്റിലും സംസാരിക്കണം. എനിവേ നമുക്ക് പുറത്തൊരു സൗഹൃദവും ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിനകത്തൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. എനിക്കത് ഇഷ്ടമാണ്. കാരണം ഇന്നും ഷെയർ ചാറ്റിൽ കൂടെ പല രീതിയിൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായി പോയെങ്കിലും എൻ്റെ മൈൻഡ് എൻ്റെ അടുത്ത് അത് എക്സ്പീരിയൻസ് ആയി പോയതുകൊണ്ട് എൻ്റെ മൈൻഡ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്തയിടത്ത് നീ നിൽക്കണ്ട, മനസ്സിലാക്കാൻ പറ്റുന്നിടത്ത് നീ നിൽക്കാവും. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ വന്നാലും ന്യൂ ഇയർ വന്നാലും ക്രിസ്മസ് വന്നാലും എന്തൊരു ബർത്ത്ഡേ വന്നാലും ഞങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് ഷെയർ ചാറ്റില്ല, ഞങ്ങൾ കൂടെ ഉള്ളവർക്ക് ഷെയർ ചാറ്റില്ല. ഉള്ള സമയത്ത് ഞങ്ങൾ അടിപൊളിയായിരുന്നു. പിന്നെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഞങ്ങൾ ഈ രാത്രി സമയങ്ങളിൽ അത് ഭയങ്കര കേൾവി സംസാരിക്കും. കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വിട്ട് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ എന്നെ വിട്ടു പോകാത്ത എൻ്റെ ഈ ഒരു ചങ്കത്തി മാത്രമേ ഉള്ളൂ. അവളെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. അവളെ എൻ്റെ കട്ട സിസ്റ്ററായിട്ടാണ് കാണുന്നത്. എൻ്റെ ഫാമിലിയിലുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. ആളെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിപ്പം 3 വർഷം 4 വർഷമായി ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിനല്ല കാര്യം. ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകുന്നതിനാണ് കാര്യമുള്ളത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പം ഒരു ബർത്ത്ഡേയുടെ സംഭവം വീഡിയോ ആക്കി ഫോട്ടോ എഡിറ്റൊക്കെ ചെയ്തിട്ടില്ലേ, അവൻ്റെ ഗ്രൂപ്പിലെ പേരാണ് ചാക്കോ. പുള്ളിയുടെ റിയൽ നെയിം ജയൻ, മനസ്സിലായോ? പക്ഷെ ഞങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പം പല നിക്ക് നെയിംസ് ഇട്ടുകൊണ്ട് വരും. അവരുടെ പേര്